പാമ്പുകളെ ഭയമുള്ള അവസ്ഥ. അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണരുത്. കാരണം ഞാൻ ഇന്ന് പറയുന്നത് മുഴുവൻ പാമ്പുകളെ കുറിച്ചാണ്. പാമ്പുകൾ മാത്രം വിഹരിക്കുന്ന അവരുടെ പറുദീസയെക്കുറിച്ച്. മനുഷ്യനെ അവിടെ നിന്നും ആട്ടിയോടിച്ച് ആ ദ്വീപിന്റെ സർവാധികാരികളായ പാമ്പുകളുടെ കഥ. ഒപ്പം നിധി സൂക്ഷിക്കാൻ ആ ദ്വീപിലേക്കെത്തിയ കടൽ കൊള്ളക്കാരുടെയും. ഏക്കറുകളോളം പരന്നു കിടക്കുന്ന ഒരു ദ്വീപ്, മഴക്കാടുകളും അപൂർവ സസ്യസമ്പത്തും തിങ്ങി നിറഞ്ഞ പ്രദേശം. പക്ഷേ പച്ചപ്പുകൾക്കിടയിൽ പതിയിരിക്കുന്നുണ്ട് മരണം. ദ്വീപിൽ കാലുകുത്തിയാൽ ഓരോ ചവിട്ടടിയിലും കാലിനടിയിലേക്ക് എത്തുക ഉഗ്രവിഷമുള്ള പാമ്പുകളായിരിക്കും. ബ്രസീലിലെ സാവോ പോളോയിൽ നിന്ന് ഏതാനും മൈലുകൾ അകലെയാണ് പാമ്പുകളുടെ ദ്വീപ് അഥവാ ഇൽഹാ ഡ ക്യുമാഡ ഗ്രാൻഡെ എന്നറിയപ്പെടുന്ന മരണം മണക്കുന്ന ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യനെ ആട്ടിയോടിച്ച് സ്വൈര്യവിഹാരം നടത്തുകയാണ് ഇവിടെ ഈ പാമ്പുകൾ. അവരുടെ ഈ ദ്വീപിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അതിനു മുൻപ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, നമ്മൾ ആ ദ്വീപിൽ പെട്ടുപോയാൽ ഒരു അവസ്ഥ. എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? എന്തുതന്നെ ആയാലും കമന്റ് ബോക്സിൽ എഴുതൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബ്രസീലിലെ സാവോ പോളോ സിറ്റിയിൽ നിന്നും 90 കിലോമീറ്റർ അകലെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് ഇൽഹാ ഡ ക്യുമാഡ ഗ്രാൻഡി. പാമ്പുകളുടെ സാന്ദ്രതയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഇടം. വെറും പാമ്പുകളല്ല, മറിച്ച് ഉഗ്രവിഷമുള്ളവയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ലോകത്ത് ഒരിക്കലും പോകാൻ പാടില്ലാത്ത ടൂറിസ്റ്റ് ഇടങ്ങളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന പ്രദേശവുമാണിത്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിഷം വഹിക്കുന്ന ബ്രോത്രോപ്സ് എന്ന ഇനത്തിൽപ്പെട്ട പാമ്പുകൾ ഈ പാമ്പ് ദ്വീപിൽ ധാരാളമായി ഉണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. പണ്ടൊരിക്കൽ ഈ ദ്വീപ് ആൾതാമസമുള്ള മറ്റു പല ദ്വീപുകൾ പോലെ ആയിരുന്നത്രേ. ഇന്നിവിടെ ഒരു മനുഷ്യജീവി പോലും താമസിക്കുന്നില്ല. വാഴകൃഷി നടത്തി ഉപജീവനം നടത്തിയ ആ മനുഷ്യർ എന്തുകൊണ്ടായിരിക്കാം അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്? അവിടെ താമസിച്ചിരുന്ന ഏറ്റവും ഒടുവിലെത്ത മനുഷ്യനും ഓടി രക്ഷപ്പെട്ടതിന്റെ പിന്നിൽ പാമ്പുകളാണെന്നും അല്ല ഇവിടെ വന്നിറങ്ങിയ കടൽ കൊള്ളക്കാരാണെന്നും കഥകളുണ്ട്. മനുഷ്യൻ വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവിടെ വിട്ടുപോയെങ്കിലും അവൻ ഉപേക്ഷിച്ച ലൈറ്റ് ഹൗസ് ഇന്നും അവിടെ കാണാം. ഈ ലൈറ്റ് ഹൗസിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടേക്ക് കടന്നു വരാൻ ബ്രസീലിയൻ നേവിക്കും പാമ്പ് ഗവേഷകരായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബുട്ടാൻഡാൻഡിലെ ഗവേഷകർക്കും മാത്രമാണ് അനുമതി ലഭിക്കുകയുള്ളൂ. അതിലും നിരവധി പാസുകളും നിയമക്കുരുക്കുകളും നിലനിൽക്കുന്നുണ്ട്. ഇവിടെ താമസിച്ചിരുന്ന അവസാനത്തെ മനുഷ്യനെ പറ്റി പാമ്പ് ദ്വീപുമായി ബന്ധപ്പെട്ട് പല കഥകളും പ്രചാരത്തിലുണ്ട്. അതിലെ ആദ്യത്തെ കഥയാണ് പറയുന്നത്. ഇവിടെ വാഴപ്പഴം ശേഖരിക്കാൻ വന്ന കർഷകനെ പാമ്പ് കടിച്ചെന്നും അയാൾ വള്ളത്തിൽ കയറി രക്ഷപ്പെട്ടെങ്കിലും കുറച്ചു നേരത്തിനകം വള്ളം മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞെന്നും പറയപ്പെടുന്നു. ഇതാണ് ഒരു കഥ. മറ്റൊരു കഥ ലൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ടതാണ്. ലൈറ്റ് ഹൗസിലെ കാവൽക്കാരനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും ഒരിക്കൽ കാടിനുള്ളിൽ നിന്നും ഇഴഞ്ഞെത്തിയ പാമ്പുകൾ ആക്രമിച്ചെന്നും അദ്ദേഹവും കുടുംബവും ജീവനും കൊണ്ട് രക്ഷപ്പെട്ട അവസാന ആൾക്കാരാണെന്നുമാണ് മറ്റൊരു കഥ. ക്യുമാഡെ ഗ്രാൻഡെ എന്ന പേര് കേൾക്കുമ്പോൾ മറ്റേതൊരു ദ്വീപും പോലെ എന്ന് തോന്നാം. പക്ഷേ പാമ്പ് ദ്വീപ് എന്ന പേര് വരുന്നതിന് മുൻപ് തന്നെ ഈ ദ്വീപ് ഈ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഇവിടുന്ന് അവസാനത്തെ ഗ്രാമവാസിയും അപ്രത്യക്ഷമാക്കപ്പെട്ടതോടെയാണ് ഇവിടം സർപ്പങ്ങളുടെ ദ്വീപായി പരിണമിക്കപ്പെട്ടത്. പക്ഷേ ഈ പാമ്പ് കഥ വെറും പൊള്ളയാണെന്നും ഇപ്പോഴും ബ്രസീലിലെ ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. പണ്ട് കടൽ കൊള്ളക്കാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവർ കൊള്ള നടത്തിയ നിധി ഒളിപ്പിച്ച ഇടമാണ് ഇതെന്നും അതിന് അവരുണ്ടാക്കിയ പേടിപ്പെടുത്തുന്ന കഥയാണ് ഇതെന്നും വിശ്വസിക്കുന്നവരുമുണ്ട്. ഉഗ്രവിഷമുള്ള സർപ്പങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും ആ വഴി വരില്ലല്ലോ. അതിന് അവർ കണ്ടെത്തിയ മാർഗമാണ് ഈ പാമ്പിന്റെ കഥ. ഈ വിശ്വാസത്തിന്റെ പേരിൽ കടൽ കടന്ന് ഈ ദ്വീപിൽ എത്തിച്ചേർന്നവരുമുണ്ട്. പക്ഷെ അവർ നിധി കണ്ടെത്തിയോ എന്ന് അറിയില്ല. കാരണം അവരാരും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. ഏതാണ്ട് 4000 ഇനത്തിൽ അധികം പാമ്പുകൾ ഈ കാട്ടിലുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. 110 ഏക്കറോളം പടർന്നു കിടക്കുന്ന ഈ ദ്വീപ് ശരിക്കും പ്രകൃതി ഒരുക്കിയ ഒരു വിസ്മയമാണെന്ന് വേണമെങ്കിൽ പറയാം. മരങ്ങളും 6 കൂട്ടങ്ങളും പുൽത്തകിടുകളും ചേർന്ന് മനോഹരമാക്കിയ ഒരു കുഞ്ഞു ദ്വീപ്. യാത്ര ഇഷ്ടപ്പെടുന്ന ആരും തേടിയെത്തുന്ന പറുദീസ തന്നെയാണ് ഈ ദ്വീപ്. പക്ഷേ ആ പറുദീസ മനുഷ്യർക്ക് അവകാശപ്പെട്ടതല്ല എന്നു മാത്രം. ഇത് പാമ്പുകളുടെ പറുദീസയാണ്. ഇവിടെ മനുഷ്യർ ഉണ്ടായിരുന്നതിന്റെ അടയാളമാണ് ഈ പുൽത്തകിടികൾ. ഇവിടെ താമസിച്ചിരുന്ന മനുഷ്യരുടെ അടിസ്ഥാന വിളയായ വാഴകൃഷിക്ക് വേണ്ടി മരങ്ങൾ വെട്ടി തീയിട്ട് നശിപ്പിച്ച് വിളക്കി ഒരുക്കിയെടുത്തതിന്റെ തെളിവുകളാണ് ഇപ്പോഴും ഈ കാണുന്നത്. ഭയാനകമായ ഈ സ്ഥലത്തും അനധികൃതമായി മനുഷ്യരെത്തുന്നു എന്നതാണ് സത്യം. എന്തിനാണ് എന്നല്ലേ? പാമ്പുകളുടെ വിഷം ശേഖരിക്കാനാണ് ഇവരെത്തുന്നത്. അപൂർവമായ പാമ്പുകളുടെ വിഷം ശേഖരിക്കാൻ സർക്കാരിന്റെ അനുവാദമില്ലാതെ കടന്നെത്തുന്ന മനുഷ്യർ നിരവധിയാണിവിടെ. പാമ്പിന്റെ വിഷം പല അസുഖങ്ങൾക്കുമുള്ള മരുന്നിന്റെ ഉൽപാദനത്തിന്റെ അവിഭാജ്യ ഘടകമായതുകൊണ്ടാണ് പാമ്പു വിഷത്തിന് ഇത്രയും ഡിമാൻഡ് ഉയരുന്നത്. ഈ കാരണം കൊണ്ടാണ് അനൗദ്യോഗികമായി ദ്വീപിലെത്തി പാമ്പുകളെ പിടിച്ച് അവയുടെ വിഷമെടുക്കാൻ ഇവിടെ ആളുകൾ എത്തുന്നത്. അതിനുവേണ്ട എല്ലാ സുരക്ഷാ സജ്ജീകരണങ്ങളും ഒരുക്കിയാണ് അവർ ഇങ്ങോട്ടെത്താറ്.
ഭരണസിരാ കേന്ദ്രത്തിൽ നല്ല പിടിപാടുള്ളവർക്ക് മാത്രമാണ് ഇത് സാധ്യമാകുന്നത് എന്നും ഓർമ്മിപ്പിക്കട്ടെ. പാമ്പുകളുടെ ഈ പറുദീസയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഹോളിവുഡ് ചിത്രത്തിനെ ഓർമ്മിപ്പിക്കുന്നത് പോലെ തോന്നാം. എണ്ണിയാൽ ഒടുങ്ങാത്ത പാമ്പുകളും കടൽ കൊള്ളക്കാരുടെ നിധിയും സർക്കാരിനെ കബളിപ്പിച്ച് വിഷം തേടിയെത്തുന്ന കച്ചവടക്കാരും കാരണം എന്തെന്നറിയാതെ ഈ ദ്വീപിനെ വിട്ടു പിരിഞ്ഞ മനുഷ്യനും പറയുന്നത് ഒരു കാര്യം തന്നെയാണ്. ഈ ദ്വീപ് അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരിടമാണ്. മനുഷ്യന്റെ വലിയ കൈകടത്തൽ ഇല്ലാത്തത് കൊണ്ടാകാം സമൃദ്ധമായി പക്ഷികളും സസ്യലതാദികളുമുള്ള ഒരു മനോഹരമായ പച്ചപ്പാണ് ഈ ദ്വീപ്. കാടിനെ പ്രണയിക്കുന്നവർ പാമ്പ് ദ്വീപിന്റെ ചിത്രങ്ങൾ കണ്ടാൽ ഇവിടെ വരണമെന്ന ആഗ്രഹം ഉറപ്പായും പ്രകടിപ്പിക്കുകയും ചെയ്യും. പക്ഷേ സഞ്ചാരികളെ ഈ വഴി കയറ്റാത്തത് കൊണ്ട് തന്നെ ഈ ദ്വീപിന്റെ ചിത്രങ്ങളിലും വീഡിയോയിലും ആ മോഹങ്ങൾ അവസാനിക്കണം. അല്ലെങ്കിൽ നിധി തേടി ദ്വീപിലേക്ക് എത്തിയ മനുഷ്യരുടെ അതേ അവസ്ഥ നമുക്കും അനുഭവപ്പെടാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.